ഞാൻ ഫർഹാന, ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ എക്സ്പേർട്ടിന് ഏതൊക്കെ രീതിയിൽ ഒരു ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് നിങ്ങളെ ഒരു ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എക്സ്പേർട്ടിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ അവിടെ കിട്ടും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് അല്ലെങ്കിൽ ഏത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അവിടുത്തെ ആ ഒരു കറണ്ട് സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ആ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ട്, നമ്മൾ പല കൺട്രീസിലായിരിക്കും നിങ്ങളുടെ ബിസിനസ് ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ ടാക്സ് ലോസ് ഉണ്ടാവും. ഈ ഒരു ടാക്സ് ലോസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ബിസിനസ് ഈ ഒരു ടാക്സ് ലോ ആയിട്ട് കംപ്ലൈ ചെയ്ത് പോകുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടാക്സ് നിങ്ങളുടെ കൺട്രിയിലുള്ള ടാക്സ് പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇയർലി നിങ്ങളെ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അത് ഇന്റേണൽ ഓഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വീക്ക്നെസ് ഉള്ളത്, അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺട്രി ആയിട്ടുള്ള ടാക്സ് കംപ്ലൈ ചെയ്ത് പോകുന്നുണ്ടോ? ഇപ്പോൾ പല കൺട്രീസിലും പല ടാക്സ് ലോസ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഈ ഡയറക്റ്റ് ടാക്സ് വരുന്ന സമയത്താണെങ്കിൽ ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ GST, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ ഡ്യൂ ഡേറ്റിന് അല്ലെങ്കിൽ ഡ്യൂ ടൈമിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ഫയൽ ചെയ്യുന്നത് നിങ്ങളെ ഫിനാൻഷ്യൽ ബുക്സുമായിട്ട് കറക്റ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഒരു 5 years ആഫ്റ്റർ 5 years എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഫോർകാസ്റ്റിംഗ് ചെയ്യാം. നിങ്ങളുടെ 5 വർഷം കഴിഞ്ഞാലുള്ള പ്രോഫിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്കത് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫോറിനിൽ മണി ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻറ്റി മണി ലോണ്ടറിങ് ലോസുമായിട്ട് കംപ്ലൈ ചെയ്ത് പോകാൻ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ മാനേജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ മാനേജ്മെന്റ് ഒരു മിസ്മാനേജ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളെ മാനേജ്മെന്റ് ഇപ്പോഴത്തെ കറണ്ട് മാനേജ്മെന്റിന്റെ ആ ഒരു സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ടും ഇനി അതിൽ എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഇതിൻ്റെ ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഒരു എക്സലന്റ് മാനേജ്മെന്റ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണോ, അതുപോലെ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണോ എന്നതിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഫോർമാലിറ്റീസിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു.